പോലെ എളുപ്പമല്ല. സാമൂഹിക അകലമാണ് വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും ഇടയിലെ വില്ലൻ. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നതിന്റെ പഴയ ദൃശ്യങ്ങളാണ്. അതായത് വീടുകളിൽ കയറിയിരുന്ന് കുശലം പറഞ്ഞ് ചായ കുടിച്ച് വെള്ളം കുടിച്ച് പ്രായമായവരെ കെട്ടിപ്പിടിച്ച് കുട്ടികളെ എടുത്ത് വലിയ തോതിൽ വലിയ അടുപ്പം കാണിച്ചാണ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടാറ്. എന്നാൽ ഇക്കുറി കൊറോണ അതെല്ലാം മാറ്റിയെഴുതി. ഉത്സവമേളം സിനിമയിൽ ജഗതി പറയുന്ന ഈ വാക്കുകളാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും അണികളോടും വോട്ടർമാരോടും പറയാനുള്ളത്. കാരണം കൊറോണ തന്നെ. മാത്രമല്ല ആരോഗ്യവകുപ്പിന്റെ കർശനമായ നിർദ്ദേശവുമുണ്ട്. ഷെയ്ക്ക് ഹാൻഡ് വേണ്ട, വയോജനങ്ങളും കുട്ടികളുമായി ഇടപെടരുത്, രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, ഗർഭിണികൾ എന്നിവരുമായി അടുത്ത് ഇടപഴകരുത്. ഇനിയുമുണ്ട് നിർദ്ദേശങ്ങൾ. പ്രചരണത്തിന് പോകുന്നവർ ഒരു കാരണവശാലും കുട്ടികളെ എടുക്കാൻ പാടില്ല. നോട്ടീസുകളുടെ വിതരണം പരമാവധി കുറച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വേണം പ്രചരണം നടത്താൻ. വീട് കയറിയുള്ള പ്രചരണത്തിന് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പരമാവധി 5 പേർ മാത്രം മതി. വീടിനകത്തേക്ക് പ്രവേശിക്കാതെ പുറത്തുനിന്നുകൊണ്ട് തന്നെ വേണം വോട്ടഭ്യർത്ഥിക്കാൻ. കൂടാതെ 2 മീറ്റർ അകലം പാലിക്കണം. വീട്ടിലുള്ളവരും സ്ഥാനാർത്ഥിയും ടീം അംഗങ്ങളും നിർബന്ധമായും മൂക്കും വായും മൂടത്തക്ക വിധം ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുകയും വേണം. സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും മാസ്ക് താഴ്ത്തരുത്. സാനിറ്റൈസർ കയ്യിൽ കരുതി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം. വോട്ടർമാർക്കുമുണ്ട് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ. നോട്ടീസുകൾ വാങ്ങിയാൽ ഉടൻ തന്നെ കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് വൃത്തിയാക്കണം. ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിന് വന്നത് വളരെ സേഫ്റ്റി മെഷേഴ്സോടുകൂടിയാണ്. എല്ലാവരും മാസ്ക് ഒക്കെ ധരിച്ച് അകത്ത് പഴയതുപോലെ കയറി സംസാരിക്കുകയൊന്നും ചെയ്തില്ല. ഇത് എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിൽ തന്നെ നിന്നുകൊണ്ടായിരുന്നു അവരുടെ പ്രചരണമൊക്കെ. മുമ്പാണെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലോസ് കോണ്ടാക്റ്റ് വരുമായിരുന്നു. ഇപ്പോൾ അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നോക്കുന്നതുകൊണ്ട് വളരെ നന്നായി, വളരെ കാര്യമായിട്ട് തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കേണ്ട പണി യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളുടെ തന്നെയാണ്. മറിച്ചായാൽ പണി പാളുക തന്നെ ചെയ്യും. ചുമയോ ജലദോഷമോ പനിയോ ഉണ്ടായാൽ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷിജോ ജെയിംസിനൊപ്പം CN പ്രകാശ്, ന്യൂസ് 18. മലയാള സിനിമയിൽ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വിജയ് യേശുദാസ്. വാർത്ത